ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ബിഷർ ഓൺ ബിഷർ ടോക്സ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ്. തംബ്നെയിലിൽ പറഞ്ഞതുപോലെ ആരും പറയാത്ത ചെറിയ വലിയ 5 കാര്യങ്ങൾ, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന, ആരും ശ്രദ്ധിക്കാത്ത, ആരും പ്രത്യേക പരിഗണന കൊടുക്കാത്ത ചെറിയ കാര്യങ്ങൾ. പക്ഷെ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമായി മാറുമെന്നുള്ളതാണ്. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് മനോഹരമാക്കാനും ഒരുപാട് വളർത്താനും കഴിയും. ആദ്യത്തെ ചെറിയ കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കയറുമ്പോൾ കല്യാണത്തിന് വീട്ടിൽ കയറുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ ചെരുപ്പിൽ ചവിട്ടിയിട്ടാണ് പോകാറുള്ളത്. ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലെന്ന്. അത് ഷൂ ആവട്ടെ, ചിലപ്പോൾ ഇന്നലെ വാങ്ങി പുതിയ വൈറ്റ് ഷൂ ആയിരിക്കാം, നന്നായി വൃത്തിയെ കൊണ്ടെടുക്കുന്ന ആളെ ഷൂവും ചെരുപ്പൊക്കെ ഉണ്ടാകും. ഈ അടുത്ത് മരിച്ചു പോയ അത്തിപ്പറ്റ മുഹിയുദ്ദീൻ മുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള ഒരു അനുഭവം. അദ്ദേഹം ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചെരുപ്പ് കൊണ്ട് വേറെ ആളുടെ ചെരുപ്പ് ചവിട്ടിപ്പോയി അറിയാതെ. അദ്ദേഹത്തിന് മനസ്സിലൊരു വിഷമം ഉണ്ടായി. അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ ചെരുപ്പിൻ്റെ ഉടമ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാളോട് പറഞ്ഞു, ഞാൻ അറിയാതെ നിങ്ങളുടെ ചെരുപ്പിൽ ചവിട്ടിപ്പോയി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന്. അത് മനസ്സിലൊരു നന്മയാണ്. ഇതുപോലെ നാം മനസ്സുകൊണ്ട് തീരുമാനിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. നാം ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ചവിട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മറ്റുള്ളവർ അഴിച്ചു വെച്ച ചെരുപ്പിൻ്റെ മുകളിലൂടെ നാം ചെരുപ്പ് ഇട്ടിട്ട് ചവിട്ടി നടക്കുമ്പോൾ അത് നല്ലതല്ല. എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പോൾ നാം ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ആ ശ്രദ്ധ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ഒരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ, എത്ര അടുത്ത സുഹൃത്താണെങ്കിൽ പോലും അയാളോട് എണ്ണി നോക്കി ഉറപ്പ് വരുത്താൻ പറയണം. അപ്പോൾ കിട്ടുന്ന ആളോ വേണ്ട എന്ന് പറഞ്ഞ് പോക്കറ്റിൽ ഇടുകയല്ല വേണ്ടത്. അയാൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അയാളുടെ മുമ്പൊന്ന് എണ്ണി നോക്കണം. എന്തിനെന്നറിയോ? ഉദാഹരണത്തിന്, എനിക്കൊരാൾ 5000 തന്നു, ഞാൻ പോക്കറ്റിലിട്ട് പോയി. പോകുന്ന വഴിയിൽ പെട്ടെന്നാണ് ഞാൻ 500 രൂപ കൊടുക്കാനുള്ള ഒരാളെ കണ്ടത്. അപ്പോൾ അയാൾ കണ്ടപ്പോൾ വേഗം 500 രൂപ എടുത്ത് കൊടുത്തു. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വെറുതെ ഈ പൈസ എണ്ണി നോക്കിയപ്പോൾ 500ൻ്റെ കുറവുണ്ട്. 10 500ന് പകരം 9 500 ഉള്ളൂ. എനിക്ക് 500 കൊടുത്തത് ഓർമ്മയില്ല. ഉടനെ ഞാൻ എന്ത് സംശയിക്കും? തന്ന ആൾ 500 കുറച്ചാ തന്നെന്ന്. ചിലപ്പോൾ നമ്മൾ ഫോൺ വിളിച്ച് ചോദിക്കാൻ മടിയുണ്ടാവും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു കുത്തുണ്ടാവും. അത് ഒഴിവാക്കാൻ, പിന്നീടുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് നാം വാങ്ങുമ്പോൾ എണ്ണി വാങ്ങുക, കൊടുക്കുമ്പോൾ എണ്ണി ഉറപ്പ് വരുത്താനും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ഒരുമിച്ച് ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മാനേഴ്സ് ഉണ്ട്. പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. ഉദാഹരണത്തിന്, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചിക്കൻ ഫ്രൈഡ് എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറുനാരങ്ങ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചെറുനാരങ്ങ എടുത്തിട്ട് നമ്മൾ വേഗം മൊത്തത്തിൽ ഇങ്ങനെ പെയ്യും. ചിലപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ചെറുനാരങ്ങ ഒറ്റിച്ചത് ഇഷ്ടമുണ്ടായിന്ന് വരില്ല. നമ്മൾ അവരെ പരിഗണിക്കണില്ല. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പെർമിഷൻ വാങ്ങണം. അതുമാത്രമല്ല, നമ്മൾ കൈകൊണ്ടെടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഏത് പേഴ്സണാലിറ്റിയുള്ള ആളുകളാണ് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പരിഗണിച്ചു കൊണ്ടായിരിക്കണം കൈകൊണ്ട് എടുക്കേണ്ടത്. നാലാമത്തത്, നാം മനുഷ്യരാണ്. പലപ്പോഴും പല കാര്യത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കാറുണ്ട്. പക്ഷേ അഭിപ്രായം ചോദിക്കുന്നിടത്ത് 2 ക്ലാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഇപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, എളുപ്പ വഴി ഏതാണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയ എളുപ്പ വഴി പറഞ്ഞു കൊടുത്തു. അയാൾ ആ എളുപ്പ വഴി സ്വീകരിച്ച് പോവുകയും ചെയ്തു. പോയി, പക്ഷേ പലയിടങ്ങളും വഴി തെറ്റി അവിടെ എത്താൻ വൈകി ഉടനെ അയാൾ എന്നെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞ വഴി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വഴി തെറ്റിപ്പോയി, ആകെ പ്രയാസമായി, പറയണ്ടായില്ലായിരുന്നു, വരണ്ടില്ലായിരുന്നു എന്ന്. അതെനിക്ക് പ്രയാസം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് അഭിപ്രായമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. നിങ്ങൾ എൻ്റെ അഭിപ്രായം സ്വീകരിച്ച് ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പം നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ തീരുമാനമായിരിക്കണം എടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ തീരുമാനം നിങ്ങളുടേതാണ്. പിന്നീട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മാത്രമല്ല, അഭിപ്രായം പറയുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഒരാളുടെ അഭിപ്രായം പറഞ്ഞു, ഈ വഴിയിൽ പോകുന്നത് നല്ലത് എന്ന്. അയാൾ ആ വഴി സ്വീകരിക്കാതെ വേറെ വഴിയിൽ പോയി. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് ഒരു പ്രയാസം ഉണ്ടാവും. അതും പാടില്ല. നാം അഭിപ്രായം പറയുന്നു, തീരുമാനം അയാളുടേതാണ്. നാം പറയുന്ന അഭിപ്രായം തന്നെ അയാൾ നടപ്പിലാക്കണമെന്ന് നാം വാശി പിടിക്കരുത്. പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ പറയാം പല ആളുകളും. അതും നാം ഒഴിവാക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും വസ്ത്രം വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകുമ്പം അവിടെ നിന്ന് വസ്ത്രം ട്രയൽ ചെയ്യാറുണ്ട്. വസ്ത്രം ട്രയൽ ചെയ്യുന്ന സമയത്ത് വൈറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് അല്ലെങ്കിൽ ഏതുമായിരിക്കാം. നമ്മൾ ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ബോധ്യമുള്ള ധാരണയുള്ളത് മാത്രം എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ വേണ്ടി പോവുക. അല്ലാതെ നമ്മൾ പലപ്പോഴും എല്ലാം വലിച്ചിടിച്ചതിന് ശേഷം ട്രയൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കൊരു ഭാരമാണ്. രണ്ടാമത്, നാം ട്രയൽ ചെയ്യുമ്പോൾ ചില ആളുകൾ നന്നായി വേർക്കുന്ന ആളുകളായിരിക്കും. ഇന്നർ ബനിയൻ ഇട്ടിട്ടുണ്ടാവില്ല,
അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷർട്ട് അയച്ചു വെച്ചിട്ട് വേറെ ഷർട്ട് ധരിക്കുമ്പോൾ ഇത് പിന്നീട് നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ധാരണ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ വളരെ മൈന്യൂട്ടായ പല കാര്യങ്ങളിലും നാം കൃത്യമായി ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഒന്നുകൂടി മനോഹരമാക്കാൻ കഴിയും. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയും. എല്ലാവർക്കും മനോഹരമായ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു.